ഭയപ്പെടേണം. എന്റെ യേശു എന്നോടു കൂടെ വാഴുന്നല്ലോ, ഞാനെന്തിനു ഭയപ്പെടേണം. ക്രൂശിന്മേൽ ജയിച്ചവൻ, സാത്താനെ പരസ്യകോലമാക്കിയവൻ. ക്രൂശിന്മേൽ ജയിച്ചവൻ, സാത്താനെ പരസ്യകോലമാക്കിയവൻ. എന്റെ യേശു എന്നോടു കൂടെ വാഴുന്നല്ലോ, ഞാനെന്തിനു ഭയപ്പെടേണം. നാട്ടിലെ ഉണർവ് പൂവാറിൽ ഓഗസ്റ്റ് 12 വൈകുന്നേരം 6:30 മുതൽ. സ്ഥലം ശ്രുതി ഓഡിറ്റോറിയം, പൂവാർ. സമൃദ്ധിയുടെ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് 15 എറണാകുളത്ത് രാവിലെ 10:30 മുതൽ. ബ്രദർ ജോൺ താരുവും സിസ്റ്റർ സോളി ജോൺ എന്നിവർ ശുശ്രൂഷിക്കുന്നു. സ്ഥലം ടൗൺ ഹാൾ, നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം, എറണാകുളം. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചിട്ട് സ്വർഗം ഒരു ആത്മീയൻ എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്പിരിച്വൽ ബീയിങ്. യഥാർത്ഥത്തിൽ നമ്മൾ ക്രിസ്തുവിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. അതായത് വചനത്താൽ നമ്മൾ ഉളവായി എന്നതാണ് ദൈവവചനം നമ്മളെക്കുറിച്ച് പറയുന്നത്. വചനത്താൽ ഉളവായിരിക്കുന്ന അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തി സ്പിരിച്വൽ ബീയിങ് ആയിരിക്കുന്ന ഒന്നിന് അസാധ്യമായതൊന്നുമില്ല. ഒരു സാധാരണ മനുഷ്യനേക്കാൾ ശ്രേഷ്ഠമായ ചില കാര്യങ്ങൾ ചെയ്യുവാനായി കഴിയും. ഇന്ന് ഈ മെസ്സേജ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ആരാണ് എന്നൊരു ബോധം കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ തരട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. ഒന്ന് യോഹന്നാൻ എടുക്കാം, 4-ാം അധ്യായം എടുക്കാം, 4-ാമത്തെ വാക്യം വായിക്കാം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്ന് ഉള്ളവരാകുന്നു. എൻ്റെ കൂടെ ഒന്ന് പറയാമോ നിങ്ങൾക്ക്? ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമല്ലേ? നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്ന് സാധാരണഗതിയിൽ പറയാറില്ല. നമ്മൾ പരസ്പരം കൈ കൊടുത്ത് സ്തോത്രം അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് പറയുമ്പോൾ നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ജോൺ ദാരു ബ്രദറാണ് അല്ലെങ്കിൽ സോളി സിസ്റ്ററാണ്, ഇങ്ങനെയാണ് പറയുന്നത് അല്ലേ? ഞാനൊരു ദൈവ പൈതലാണെന്ന് പരസ്പരം ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. യെസ്, അങ്ങനെ പറ്റുമോ? കുറച്ച് പ്രയാസമോ അല്ലേ? കുറച്ചും കൂടെ മുകളിലുള്ള കാര്യമാണ് ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാണ്. ഈ കാണുന്ന ശരീരം അല്പനാളുകൾക്ക് മുമ്പ് ദൈവം എനിക്ക് തന്നതാണ്. ക്യാൻ ഐ റിപ്പീറ്റ് ഇറ്റ്? ഈ കാണുന്ന ശരീരം അല്പനാളുകൾക്ക് മുമ്പ് എനിക്ക് ദൈവം തന്നതാണ്. കുറച്ചും കൂടെ നന്നായി പറഞ്ഞ, ലോകാരംഭങ്ങൾക്ക് മുമ്പേ എന്നെ ദൈവം സൃഷ്ടിച്ചതും എന്നാൽ ഭൂമിയിലേക്ക് 1973 എന്നെ പറഞ്ഞയക്കുകയും ചെയ്തതാണ് ഞാൻ ഈ കാണുന്നത്. ഈ ഭൂമിയിലെ അല്പനാളുകൾ കഴിഞ്ഞ ശേഷം ഞാൻ വീണ്ടും കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുകയും കർത്താവിനോടൊപ്പം വാഴുകയും ചെയ്യും. എന്നെ കാര്യമല്ലേ എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് ഈ ഭൂമിയിലെ സ്യൂട്ട് ഇട്ടിട്ട് എന്നെ ഇവിടെ നിർത്തിയിരിക്കുക ദൈവം. സത്യത്തിൽ ഞാനൊരു സ്പിരിച്വൽ ബീയിങ് ആണ്. സത്യത്തിൽ ഞാനൊരു ആത്മീയ അല്ലെങ്കിൽ സ്വർഗീയ പുരുഷനാണ്, സ്വർഗത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ട് ആ കർത്താവ് പറഞ്ഞ ലോക ആരംഭങ്ങൾക്ക് മുമ്പേ നിങ്ങൾ ക്രിസ്തുവേശുവിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. അമ്മയുടെ ഉദരത്തിൽ ഉളവാകണേക്കാൾ മുമ്പേ അവൻ എന്നെ കണ്ടതാ. ഓ, എന്നെ സന്തോഷമുള്ള കാര്യമാണ്. ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്നുള്ളതാണ്. ഓ, ലവ് യു ജീസസ്. ഞാൻ ജനിച്ചത്, ഈ പുറമേ കാണുന്ന ശരീരം ജനിച്ചത് എൻ്റെ അപ്പൻ താരുകുട്ടിയും എൻ്റെ അമ്മ ബേബിയും ചേർന്ന് ഉള്ള സ്നേഹത്തിൽ നിന്നുളവായത്. എന്നാൽ ഞാൻ ഉളവായത്, എൻ്റെ ഈ പുറമേ കാണുന്ന ശരീരം ഉളവായത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ആകമയുള്ള മനുഷ്യനുളവായത് മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല, ജഡത്തിൻ്റെ താല്പര്യത്താലുമല്ല, പകരം കെടാത്ത വചനത്താലാണ് ഞാൻ ഉളവായത്.
എൻ്റെ അകത്തുള്ള മനുഷ്യൻ ആത്മീയനാണ്. ഒരു നല്ല ഹാലോലിയ പറയാം, എന്നോട് കൂടുന്നത് പറയാം, ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാ. സഹോദരങ്ങളെ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധികൾ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ആ പ്രശ്നങ്ങളെ ഫേസ് ചെയ്യേണ്ടത് ഈ ലോകത്തിലെ മനുഷ്യൻ ഒരു പ്രശ്നത്തെ കാണുന്നത് പോലെയല്ല, പകരം ഈ ദൈവത്തിൽ നിന്നുള്ളൊരു മനുഷ്യൻ പ്രശ്നത്തെ കാണുന്ന പോലെ ആകാൻ തുടങ്ങിയാൽ നിങ്ങൾ എത്ര വലിയ ക്രൈസിസിലൂടെ പോയാലും അതിനെ മറികടക്കാൻ നിങ്ങൾക്കൊരു പ്രശ്നം വരത്തില്ല. നിങ്ങൾ പറയും, ഞാൻ കാര്യങ്ങൾ കാണുന്നത്, ഞാൻ കാര്യങ്ങൾ ദർശിക്കുന്നത്, ഞാൻ കാര്യങ്ങൾ ഇടപെടുന്നത് മാനുഷികമായിട്ടല്ല, പകരം ദൈവം എന്നെ ഈ ഭൂമിയിലാക്കിയിരിക്കുന്നത് ദൈവികമായി ഡീൽ ചെയ്യാനാണ്. അവരാണ് സക്സസ്ഫുൾ ആയി ഭൂമിയിൽ ജീവിക്കുന്നത്. ഈ എൻ്റെ സക്സസിന്റെ രഹസ്യം പുറമേ കാണുന്ന ഈ ശരീരമല്ല. എൻ്റെ സക്സസിന്റെ രഹസ്യം എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന പുതിയ സൃഷ്ടിയാണ്. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു നല്ല കൈയടി കൊടുത്തേ കർത്താവിനെ. ഒന്ന് എഴുന്നേറ്റ് വന്നൊരു നല്ല ആമീൻ പറഞ്ഞ് അടുത്തിരിക്കുന്ന ആളുടെ കൈ കൊടുത്തിട്ട് പറ, എൻ്റെ സക്സസിന്റെ രഹസ്യം ഈ പുറമേ കാണുന്ന മനുഷ്യനല്ല, പകരം എൻ്റെ സക്സസിന്റെ രഹസ്യം എൻ്റെ ആകമേയുള്ള പുതിയ സൃഷ്ടിയാണ്. ഓ, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഉറക്കെ പറ, ഞാനൊരു പുതിയ സൃഷ്ടിയാണ്. ഓ, അവനെ കൈക്കൊണ്ടവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ ദൈവം അധികാരം കൊടുത്തു. അവിടെ എഴുതിയിരിക്കുന്നത് സൂപ്പർ ഹ്യൂമൻ, അസാധാരണമായ ഒരു മനുഷ്യനാകാൻ ദൈവം അധികാരം കൊടുത്തു. ആ മനുഷ്യൻ ഉണ്ടായത് മനുഷ്യനാൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിൽ നിന്നുണ്ടായത്. പത്രോസ് പറഞ്ഞപ്പോൾ കുറച്ചും കൂടെ കയറി പറഞ്ഞു. പത്രോസ് പറയുക, കെടുന്ന ബീജത്താലല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ ഉണ്ടായതാ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ലോകത്തെ ജയിക്കുന്നവനായത്. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. കാരണം ഞാനല്ല ലോകത്തെ ജയിക്കുന്നത്, താരുകുട്ടിയുടെ മകനല്ല ലോകത്തെ ജയിക്കുന്നത്, എന്നിലുള്ളവൻ ലോകത്തിലേക്കാൾ വലിയവനാണ്. ഞാനാണ് ജയിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കരുത്, എൻ്റെ പുറമേയുള്ള മനുഷ്യനല്ല, എൻ്റെ ആകമേയുള്ള മനുഷ്യനാണ് സക്സസ് ആകുന്നത്. അവനാണ് മറികടക്കുന്നത്, അവനാണ് വിജയിക്കുന്നത്, അവനാണ് സക്സസിലേക്ക് നയിക്കുന്നത്, അവനാണ് വിജയിക്കുന്നത്. ഓ, ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, നിങ്ങൾക്കും ജയിക്കാം, നിങ്ങൾക്കും വിജയിക്കാം, നിങ്ങൾക്കും സക്സസ് ആയി ജീവിക്കാം. കാരണം നിങ്ങളിലുള്ളവൻ ലോകത്തുള്ളതിനേക്കാൾ വലിയവനാണ്. Come on, hallelujah. ഒന്ന് കൈ അടിച്ച് ഒന്ന് ശബ്ദം ഉയർത്തിക്കേ. ലാംബോ നാ സലബ ഹാ സലബ. ഒന്ന് അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ്, നിങ്ങൾക്കും വിജയിക്കാം, നിങ്ങൾക്ക് ജയിക്കാം. കാരണം ലോകത്തുള്ളതിനേക്കാൾ വലിയവൻ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഞാനൊരു വാചകം നിങ്ങൾക്ക് ചലഞ്ചിങ് ആയി പറയട്ടെ. തോൽവി അറിയാതെ ജീവിക്കണമെന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുവോ? അതിൻ്റെ രഹസ്യം ഞാൻ പറയാം. നിങ്ങളുടെ എബിലിറ്റി അല്ല, നിങ്ങളുടെ ശക്തിയല്ല, നിങ്ങളുടെ മൈറ്റല്ല, പകരം നിങ്ങളുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന കർത്താവിൻ്റെ ശക്തിയാണ്. ഓ, ഹല്ലേലൂയ. അപ്പോസ്തലന്മാരെ ദൈവവചനം വിളിക്കുന്നത് അവർ ഭൂലോകത്തെ കീഴ്മേൽ മറിച്ചുവരെന്ന്. ഈ ഭൂമിയെ കീഴ്മേൽ മറിക്കാൻ തക്കവണ്ണമുള്ള ഒരു ദൈവകൃപ നിങ്ങളുടെ മേലുണ്ട്. ഓ, സാധാരണ ഒരു മീൻ പിടിക്കുന്ന ഒരാള് ഭൂമിയെ കീഴ്മേൽ മറിക്കുന്ന വിധത്തിലേക്ക് ഉയർന്നു വരുവാൻ കാരണമായെങ്കിൽ അത് അവന്റെ കഴിവല്ല, അവന്റെ പരിശ്രമമല്ല. അപ്പോസ്തലന്മാരെ കണ്ടിട്ട് ചിലർ പറഞ്ഞത്, ഇവർ വിദ്യ അഭ്യസിക്കാത്തവരായിരുന്നിട്ട് ഇവർക്കുണ്ടാകുന്ന ജ്ഞാനം എവിടുന്നാണ്, ഇവരുടെ ഉള്ളിൽ ധൈര്യം എവിടുന്നതാണ്? അത് ലോകക്കാർക്ക് പോലും മനസ്സിലായി. അവരിൽ വ്യാപരിച്ചിരുന്ന ധൈര്യം, അവരിൽ വ്യാപരിച്ചിരുന്ന അറിവ് അത് മനുഷ്യരുടെ അല്ല എന്ന് ലോകത്തിന് പോലും മനസ്സിലായി. കാരണം എന്നിലുള്ളവൻ ലോകത്തിലേക്കാൾ വലിയവനാണ്. ഓ, ഹല്ലേലൂയ. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. കമോൺ കമോൺ കമോൺ. ഒരു സൈന്യം എന്റെ നേരെ പാളയം ഇറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. ഓ, ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങളെ നീ ഡീൽ ചെയ്യേണ്ടത് നിന്റെ കഴിവിനാലല്ല, നിന്റെ പ്രയാസങ്ങളെ നീ ഡീൽ ചെയ്യേണ്ടത് നിന്റെ പരിശ്രമം കൊണ്ടല്ല. പത്രോസ് പറഞ്ഞതുപോലെ, ഞാൻ നിന്നാൽ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. ഏത് വലിയ പ്രതിസന്ധി എനിക്ക് നേരെ അണിനിരന്നാലും ഞാൻ നിന്റെ ശക്തിയാൽ അതിന്റെ നേരെ ചെല്ലും. ഓ, സംതിങ് ഈസ് ഗോയിങ് ഓൺ. ആരുടെയൊക്കെ ലൈഫിൽ ഒരു എനർജറ്റിക് ആയ അഭിഷേകം വ്യാപരിക്കുകയാണ്. ഓ, ഹല്ലേലൂയ. പ്രശ്നങ്ങളിലൂടെ ദാവീദ് പോയപ്പോൾ ദാവീദ് പറഞ്ഞു, നോ 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 നോ, ഈ പ്രശ്നങ്ങളൊന്നും എന്നെ കെടുത്തുകയില്ല. അവൻ എനിക്ക് യുദ്ധാഭ്യാസം വരുത്തുകയാണ്, എന്റെ കാലുകളെ മൺപേടയ്ക്ക് തുല്യമാക്കുകയാണ്. ഞാൻ എന്റെ ഗിരിയിൽ നിൽക്കാൻ പോകുകയാണ്, ഞാൻ അവിടേക്ക് കയറി ചെല്ലാൻ പോകുകയാണ്. ആർക്കും എന്നെ തടയാൻ കഴിയത്തില്ല. ഓ, അനിവാസിയിൽ ദൈവത്തെ ആരാധിക്കുന്നവരെന്ന് ആരാധിച്ച് അടുത്തിരിക്കുന്നവരോട് പറയാം, പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ അണിനിരന്നാലും
ആമേൻ. പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ അണിനിരന്നാലും നിനക്ക് ചിലതിനെ മറികടക്കാൻ പറ്റും. ഓ ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, ഒരു സൈന്യം അണിനിരന്ന് നിൽക്കുന്ന നോക്കിക്കേ. സൈന്യ തലവന്മാർ മുമ്പിൽ, അതിനു മുമ്പിൽ വലിയ യോദ്ധാക്കന്മാർ, ഒരു വലിയ സൈന്യം മുമ്പിൽ നിൽക്കുന്നത് കണ്ടേ. ഒറ്റയ്ക്ക് ദാവീദ് പറയോ, ഞാൻ അതിന് നേരെ പാഞ്ഞു ചെല്ലും, എനിക്കതിന് കഴിയും. കാരണം എന്നിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാണ്. എന്നേക്കാൾ യുദ്ധം അറിയുന്നവർ, എന്നേക്കാൾ അഭ്യാസം അറിയുന്നവർ, എന്നേക്കാൾ കഴിവുള്ളവർ, എന്നേക്കാൾ ബലമുള്ളവർ. ചിലരോ കുതിരകളിലും രഥങ്ങളിലും ആശ്രയിക്കുന്നു, ഞാനോ എൻ്റെ ദൈവമായ കർത്താവിൽ ആശ്രയിക്കുന്നു. ഓ, ആരെങ്കിലും ആശ്രയിക്കുന്നവരുണ്ടോ? എൻ്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലേക്കാൾ വലിയവനാന്ന് പറയുന്നവരുണ്ടോ? ബേനോ റോനിയാന്ധലബ ഒന്ന് പറഞ്ഞേ, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാണ്. I am from God. Amen. Amen. I belong to God. I belong to God. എനിക്ക് ആ വാചകം ഇഷ്ടമാണ്. I belong to God. ഓ പറ ഐ ബിലോങ് ടു ഗോഡ്. ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാണ്, ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാണ്, ദൈവനിൽ വസിക്കുകയാണ്. ഓ ജീസസ്, ഓ ജീസസ്. സഹോദരങ്ങളെ, വിശ്വാസികളും ഇപ്പോഴും തൻ്റെ കാര്യങ്ങൾ കാണുന്നത് പ്രാർത്ഥനയോടെയാണ്. നല്ലതാണ് പ്രാർത്ഥനയോടെ കാര്യങ്ങൾ കാണണം. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, പ്രശ്നങ്ങളെ പ്രയാസങ്ങളെ നിങ്ങൾ നേരിടുമ്പോൾ നിങ്ങൾ അറിയേണ്ടത്, നീ ആരാണ് എന്ന അറിവിൽ അതിനെ നേരിടണം. അതിനോടുകൂടെ പ്രാർത്ഥനയുണ്ടാകട്ടെ. നീ ആരാണെന്നുള്ള ബോധ്യത്തിൽ നേരിടണം. ഞാൻ ആരാണെന്നുള്ള ബോധ്യത്തിൽ നേരിടണം. ആരെങ്കിലും ഈ പകൽ തന്റെ മുമ്പിൽ താൻ ആരാണ് എന്ന ബോധ്യത്തോടു കൂടെ ഒരു പ്രശ്നത്തെ നേരിടുന്നുവെങ്കിൽ അയാൾ തോറ്റുപോകത്തില്ല. പൗലോസ് കുറച്ചും കൂടെ വിശദീകരിച്ച് എഫേസ്യ ലേഖനങ്ങളിൽ ഒരു വാചകം പറഞ്ഞു. പിതാവ് ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ, പുത്രനെ കുറിച്ചുള്ള അറിവിനാൽ നിങ്ങൾക്ക് വെളിപ്പാടിന്റെയും ജ്ഞാനത്തിന്റെയും ആത്മാവിനെ തരേണ്ടതിനും, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് അറിയേണ്ടതിനും. സഹോദര, എന്നെ കാണുന്ന ദൈവവൈതലേ, നിന്റെ വിളി വലുതാണ്. നീ ഒരു സാധാരണ വ്യക്തിയല്ല. നീ അസാധാരണമായ കുടുംബത്തിൽ ജനിച്ചതാണ്. നീ ഒരു സാധാരണ കുടുംബത്തിലെ അംഗമല്ല, നീ സ്വർഗീയ കുടുംബത്തിലെ അംഗമാണ്. നിനക്ക് ഈ ഭൂമിയിൽ ചിലത് ചെയ്യാൻ പറ്റും. ഈ ഭൂമിയിൽ സക്സസ് ആയി ജീവിക്കാൻ നിനക്ക് കഴിയും. ഓ ഗബാകാസി ബനകതോലോകോറിന ലദര മനകല. നീ ആരാന്നറിയേ? ആമേൻ. നീ ആരാന്നറിയേ? ആമേൻ. നീ വിചാരിക്കുന്നുണ്ടാകും, ഞാൻ ഇന്ന വീട്ടിലെ ഇന്ന അപ്പന്റെ മോനാ, ഇന്ന അമ്മയുടെ മോളാ. അല്ല അല്ല അല്ല, അതൊക്കെ ശരിയാ, മാനുഷികമായി ശരിയാ. പക്ഷേ നീ ആരാന്ന് ഞാൻ പറയാം. നീ ലോകാരംഭങ്ങൾക്ക് മുമ്പേ ക്രിസ്തുവിൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവവൈതലാ നീ. ലേനോ യാന്തോ സരോ റസ ലിദിയോ റന്ധരിയാന്തോ റാംസോ നിയാന്തോ ലക സിനികോ റത്ലിയാന്തോ. നിനക്ക് ചിലത് കഴിയും, നിനക്ക് ചിലത് സാധ്യമാണ്, നിന്നാൽ ചിലത് സാധ്യമാണ്. പറ, എനിക്ക് അവനാൽ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലാൻ പറ്റും. വേദവസം പറയുന്നത്, യഹൂദ അവനൊരു സിംഹം പോലെയാണ്. വേദവസം പറയുന്നത്, അവൻ ഇരപിടിച്ചു കയറിയിരിക്കുകയാണ്. ആരാ അവനെ തടുത്തു കളയുന്നത്? ഇരപിടിച്ച സിംഹം പോലെയാ നിങ്ങളിൽ ചിലർ. എന്താ ഇരപിടിച്ച സിംഹത്തിന്റെ പ്രത്യേകത? അതിൽ നിന്ന് അതിനെ പിടിച്ചുകൊണ്ടുപോകാൻ ആർക്കും കഴിയത്തില്ല, അതിൽ നിന്ന് അതിനെ എടുക്കാൻ ആർക്കും കഴിയത്തില്ല. ഇരപിടിച്ച സിംഹം പോലെയാ നിങ്ങളിൽ ചിലർ. ദൈവത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ആർക്കും കൂസാക്കാത്തവൻ, ആർക്കും കീഴ്പ്പെടാത്തവൻ. കീഴ്പ്പെടാത്തവൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് അനുസരണം കെട്ടവനാണ്. അല്ലല്ലല്ല. പ്രശ്നങ്ങളുടെ മുമ്പിൽ കൂസാക്കാത്തവൻ, പ്രശ്നങ്ങളെ കീഴ്പ്പെടാത്തവൻ, പ്രശ്നങ്ങൾക്ക് കീഴ്പ്പെടാത്തവൻ. നീ അങ്ങനെയാണ്, നീ അങ്ങനെയാണ്. പറ, ഞാൻ അങ്ങനെയാണ്. കൈ അടിക്കേ, ഹല്ലേലൂയ പറ. ഓ പ്രശ്നങ്ങൾക്ക് വിധേയപ്പെടാത്തവൻ, പ്രശ്നങ്ങൾക്ക് കീഴ്പ്പെടാത്തവൻ, ഓ പ്രശ്നങ്ങൾക്ക് അടിമപ്പെടാത്തവൻ, അതിനുമേൽ ജയാളിയായി നിൽക്കുന്നവൻ, തന്റെ ഗിരിമേൽ നിൽക്കുമാറാക്കുന്നവൻ, ആ പ്രശ്നങ്ങളെ തന്റെ അനുഗ്രഹമാക്കി മാറ്റുന്നവൻ, സകലതും നന്മയ്ക്കാക്കി തീർക്കുന്നവൻ, അസാധാരണമായ ചിലത് ചെയ്യുന്നവൻ. ഓ സിംഹത്തെ പോലെ പതുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഇതിനകത്തുണ്ടോ? ഇര പിടിച്ചു കയറിയ സിംഹത്തെ പോലെ. മേനോ ഹൽദോ റസിലിയാദോ റിയാസോ ജിനായോതോ ഖബറ സിന്ധോനോ ലിമന കസിലിയോതോ. യഹൂദ ഗോത്രത്തെ വേദപുസ്തകം അങ്ങനെ വിളിച്ചതെങ്കിൽ നീ ആ യഹൂദ ഗോത്രത്തിലെ സിംഹത്തിന്റെ മകനാണ്.
ആമേൻ. അവനോട് കൂടെയാ നീ ആയിരിക്കുന്നത്. നീ അവനോട് കൂടെ ആയിരിക്കുന്നത്. നിനക്ക് ചിലത് ചെയ്യാൻ കഴിയും. വാഴ്ചകളും അധികാരങ്ങളും നിന്റെ മുകളിലല്ല, നിന്റെ കാൽക്കീഴിലാണ്. നിനക്കതിനെ ചവിട്ടുവാൻ പറ്റും. അതിന് നിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ കൈകളൊന്ന് അടിച്ചിട്ട് പറഞ്ഞേ, അവനാൽ ഞാൻ പടക്കൂട്ടത്തിനെതിരെ പാഞ്ഞു ചെല്ലും. ഓ, നിന്നാൽ ഞാൻ മതിൽ ചാടിക്കിടക്കും എന്ന് പറഞ്ഞ ഏത് വലിയ ഹേഡിൽസ് ആയാലും ഞാൻ അതിന് മുകളിലൂടെ പോകും. ഞാൻ അതിനെ മറികടക്കും. യാക്കോബേ, നീ മതിലിന്മേൽ പടരുന്ന മുന്തിരിവള്ളി പോലെയാ എന്ന് പറഞ്ഞ ഏത് പ്രതിസന്ധിയും അത് ഞാൻ മറികടക്കും. ഞാൻ അതിന് മേൽ പടർന്നു കയറും. ഞാൻ പ്രശ്നത്തിന് മേൽ പടർന്നു കയറും. ദൈവ പൈതൽ, നീ ആരാന്നാ നിന്റെ വിചാരം? എന്നാൽ ഞാൻ പലപ്പോഴും ദൈവ പൈതൽ എന്ന് പറയുന്ന, വിശ്വാസി എന്ന് പറയുന്ന ഒരാളുടെ മനോഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പറയുന്നത് ഞാൻ ഒന്നുമല്ല, ഞാൻ ഏതുമല്ല, ഞാൻ ഏതുമല്ല, എന്നുമല്ല, ഞാൻ കൃമിയാണ്, പൊടിയാണ്, പുഴുവാണ്. സഹോദരങ്ങളെ, എളിമയാകാം, പക്ഷേ തെറ്റായ എളിമയാകരുത്. എളിമയാകാം, തെറ്റായ ഹ്യൂമിലിറ്റി, എളിമ നിങ്ങൾക്ക് ഉണ്ടാകരുത്. ദൈവ പൈതൽ എന്നുള്ള ബോധ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. ഞാൻ കർത്താവിൻ്റെ ആണെന്നുള്ള ഉറപ്പ് നിങ്ങളുടെ അകത്തുണ്ടാകണം. പ്രശ്നങ്ങൾ കാണുമ്പോൾ കൃമിയും പുഴുവാന്നല്ല പറയേണ്ടത്. അയ്യോ, ഞാൻ കുറവുള്ള മനുഷ്യനാന്നല്ല പറയേണ്ടത്. ഞാൻ ദൈവ പൈതലാന്ന് പറയണം. ഞാൻ ദൈവത്തിന്റെ മകനാന്ന് പറയണം. ഹാല കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരെന്ന് അറിയുവേൻ. ഓ, ഒന്ന് കൈ അടിച്ചോണ്ട് പറ, ഞാൻ ദൈവത്തിൽ നിന്നുള്ളതാണ്. ലോക പരിശുദ്ധാത്മാവ് അതിശക്തമായി ചിലരിൽ വ്യാപരിക്കുകയാണ്. ഈ പകൽ മുതൽ ചിലരുടെ ലൈഫ് ടേൺ ആകാൻ പോകുകയാണ്. ഓ റാസലി അന്തലബ, എന്തിനാ നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നതെന്നറിയാവോ? വേദപുസ്തകം പറയുന്നത് ശൗലിന്റെ മേൽ 1 ശമൂവേൽ 10:6 അതിന്റെ 9 2 വാക്യങ്ങളിൽ പറയുക, പരിശുദ്ധാത്മാവ് ശൗലിന്റെ മേൽ വന്നപ്പോൾ അവൻ ആള് മാറിയവനെ പോലെയായി. കഴിഞ്ഞില്ല, അവനൊരു പുതിയ ഹൃദയം ദൈവം കൊടുത്തു. നീ ആള് മാറിയവനെ പോലെയാകും. പുതിയ നിയമത്തിലെ ശൗൽ എന്ന് പറയുന്ന പൗലോസായി മാറിയ ശൗലിന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോ വേദപുസ്തകം പറയുന്നത് യഹൂദയിലുള്ള, യെരുശലേമിലുള്ള വിശ്വാസികൾക്ക് പൗലോസിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം അവന് വന്ന മാറ്റം ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതാണ് നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റം. വിശ്വാസം പറയുന്നവരാണ് നമ്മൾ എല്ലാവരുമെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ പലപ്പോഴും നമ്മളത് മറന്നു പോകുന്നവരാണ്. ക്രിസ്തുവിലാണ് ഞാൻ ആയിരിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ദൈവജനത്താൽ ഉളവായി ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്ന പല ആത്മീയ കാര്യങ്ങളും, അല്ലെങ്കിൽ ദൈവജനത്തിന് അടിസ്ഥാനപ്പെട്ട പല കാര്യങ്ങളും അറിയുന്നവരാണെങ്കിൽ പോലും ചില പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാനൊരു ദൈവപൈതലാണ്, എൻ്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നു, ഞാൻ വചനത്താൽ ഉളവായതാണ് എന്നത് നമ്മളെ ഭരിക്കാറില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, അങ്ങനെ ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ചിലത് ചെയ്യുവാനായി കഴിയും. നിൻ്റെ സാഹചര്യങ്ങളെ മാറ്റുവാനായി കഴിയും. ആ പ്രശ്നങ്ങളോട് സംസാരിക്കുവാനായി കഴിയും. പ്രശ്നം നമ്മളെ അനുസരിക്കുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ട് ആ ബോധം നമ്മുടെ ഉള്ളിലുണ്ടാകട്ടെ. ഞാനൊരു ആത്മീയനാണ്, ആത്മീയ മനുഷ്യനാണ്. ഞാൻ വചനത്താലാണ് ഉളവായത്, ഞാൻ ക്രിസ്തുവിനാൽ ഉളവായിരിക്കുന്നു എന്ന ബോധം നമ്മളെ ഓരോരുത്തരെയും ഭരിക്കുവാനിടയായി തീരട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങൾ കാണാം. ഈ സിസ്റ്ററുടെ പേര് ചന്ദ്രിക, കൊടുങ്ങല്ലൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ 6 മാസം മുമ്പ് ജോലി സ്ഥലത്ത് വീണതിൻ്റെ ഫലമായിട്ട് നടുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ടൗൺ ഹാൾ മീറ്റിങ്ങിൽ ബ്രദർ പ്രാർത്ഥിച്ചു. അതിനുശേഷം അസുഖം പൂർണ്ണമായും, വേദന പൂർണ്ണമായും മാറി എന്ന് സാക്ഷ്യപ്പെടുന്നു. പറഞ്ഞു എന്നെ തട്ടിട്ടാണെന്ന് പറഞ്ഞു. ജോലിക്ക് തടസ്സമുണ്ടായിരുന്നു, വേറെ ആരുമില്ല ജോലി എടുത്ത് തരാനൊന്നും. കർത്താവ് അമ്മേനെ കരുതിയതോർത്ത് സ്തോത്രം. താങ്ക് യു ജീസസ്. സിസ്റ്റർ, ഈ അമ്മയുടെ പേര് റീത്ത ജോസഫ് എന്നാണ്. പനമ്പള്ളി നഗറിൽ നിന്നാണ് ഈ അമ്മ വരുന്നത്. ഈ അമ്മയ്ക്ക് പറയാനുള്ളത്, ഈ അമ്മയുടെ കൊച്ചുമകളുടെ വിവാഹം നടക്കുന്നില്ലായിരുന്നു. ഈ അമ്മ ഫെബ്രുവരി 4-ാം തീയതി കൊച്ചുമകളുടെ വിവാഹം നടന്നു. ചർച്ച് വിളിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട്. അതുപോലെ അമ്മ പറയുന്നത്, നമ്മുടെ ബ്രദർ പറയുമായിരുന്നു, ക്ഷമയോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, അത് കാര്യം സാധിക്കുമെന്നുള്ള ആ വിശ്വാസത്തോടെ ആ അമ്മ ഇരുന്നു. ആ കൊച്ചുമകളുടെ വിവാഹം ഫെബ്രുവരി 4-ാം തീയതി നടന്നെന്നാണ് ഈ അമ്മ സാക്ഷി. വിവാഹം അനുഗ്രഹത്തോടെ നടക്കുവാൻ കർത്താവ് ഇടയാക്കി. താങ്ക് യു ജീസസ്. ബ്രദർ പറയും, എപ്പോഴും ക്ഷമയോടെ പ്രാർത്ഥിക്കുന്നത് കൂടാതെ
നിങ്ങൾക്ക് കിട്ടുമ്പോൾ എല്ലാം തികഞ്ഞതേ കിട്ടുള്ളൂ എന്ന് പറയുമായിരുന്നു. ആ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചിരുന്നു. വിവാഹം നടന്നപ്പോൾ എല്ലാം തികഞ്ഞ ഒരു വിവാഹമാണ് കിട്ടിയത്. ഐ മീൻ കർത്താവ് എന്തെങ്കിലും ചെയ്യുമ്പോൾ അതെല്ലാം അനുഗ്രഹമായിട്ട് ചെയ്യും, അതിലൊരു കുറവും ഉണ്ടാകത്തില്ല. ഐ മീൻ കാനാവിലെ കല്യാണത്തിന് യേശു എന്നപ്പോൾ അവിടുത്തെ കുറവിനെ നികത്തുവാനിടയായി. നമ്മുടെ ജീവിതത്തിൽ കർത്താവാണ് ചെയ്യുന്നതെങ്കിൽ ഐ മീൻ മറ്റുള്ളവർ നോക്കുമ്പോൾ പറയും, ഐ മീൻ ഇതെന്തൊരു ആഡംബരമായിരുന്നു, ഇതെന്തൊരു പ്രൗഢിയോടെയാണ് നടന്നത്, അയ്യോ ഇതിലൊരു കുറവും കണ്ടെത്താൻ കഴിയുന്നില്ലല്ലോ എന്ന് ദൈവം ഐ മീൻ ആ വിധത്തിൽ കർത്താവ് നമ്മളെ ഉയർത്തുവാനിടയാകും. മറ്റുള്ളവർ നമ്മളെ നോക്കി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകും. താങ്ക് യു ജീസസ്. ആമേൻ. ഈ സാക്ഷ്യവും മംഗളകരമായ വിവാഹം നടന്നതിൻ്റെ സാക്ഷ്യമാണ്. ഈ അമ്മയുടെ പേര് ജാനകി, പനമ്പള്ളി നേർന്ന് വരുന്നു. ഇപ്പൊ പോയ അമ്മയുടെ കൂടെ ജോലി ചെയ്തിരുന്ന അമ്മയാണ്, സെർവൻ്റ് ആണ്. അതായത് ആ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്ന അമ്മയാണ്. പക്ഷെ അവര് തമിഴ്നാട്ടുകാരാണ്. പക്ഷെ ആ അമ്മ പറയുന്നത് ഈ അമ്മയുടെ മകന്റെ കല്യാണം നടക്കുവാൻ വിഷമമായിരുന്നു. 7 വർഷം വിവാഹത്തിന് വേണ്ടി വിഷമിച്ചു. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഈ അമ്മയുടെ മകന്റെ വിവാഹം വളരെ മംഗളകരമായി ജനുവരിയിൽ നടന്നു. അമ്മ പറയുന്നത് മോൻ 37 വയസ്സുള്ള 37 വയസ്സായിട്ടും വിവാഹം നടക്കുന്നില്ലായിരുന്നു. എന്നാൽ ഒരത്ഭുതത്തെ കണ്ടു. ഐ മീൻ അടുത്തൊരത്ഭുതം തൻ്റെ ലൈഫിൽ ഉണ്ടാകാനിടയായി. ഐ മീൻ ഓരോ സാക്ഷ്യവും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനിടയാകും. യേശുവിൻ്റെ ചുറ്റുപാടുമായിരുന്ന ആളുകൾ യേശു സൗഖ്യമാക്കുന്നത് കണ്ടു, യേശു പ്രസംഗിക്കുന്നത് കേട്ടു. ഐ മീൻ കർത്താവിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ കേട്ടു. ആ സമയം ഒരു അത്ഭുതം ചലിക്കുവാനായി തുടങ്ങി. ഓരോ സൗഖ്യവും അടുത്തൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു. ഓരോ സൗഖ്യം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഐ മീൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ചെയ്യാൻ കഴിയുന്ന ആ വാതിലുകളെ ഒന്ന് തുറന്നു കൊടുത്താട്ടെ. ഐ മീൻ നടക്കില്ല എന്ന് നെഗറ്റീവ് പറഞ്ഞതിനെ എന്ന് തുറന്നു കൊടുത്താട്ടെ. ഐ മീൻ ആ വാതിലുകൾ ആര് തുറക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ അത്ഭുതം ഒഴുകാൻ പോകുകയാ. ഐ മീൻ ഇന്ന് പകൽക്കാലം അത് ഒഴുകാൻ പോകുകയാ. ഇവിടെ ഇരിക്കുന്ന ആരും സൗഖ്യം കൂടാതെ പോകരുത്. ഇവിടെ ഇരിക്കുന്ന ആരും ഒരു അത്ഭുതമെങ്കിലും അനുഭവിക്കാതെ പോകരുത്. ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും ആ അനുഭവത്തിലേക്ക് വരണം. താങ്ക് യു ജീസസ്. ഒരു സാക്ഷ്യം കൂടെ അമ്മയ്ക്ക് പറയാനുള്ളത്, ഈ അമ്മയുടെ മകളും ഇതുപോലെ നമ്മുടെ മീറ്റിങ്ങിന് കടന്നു വരുവാനിടയായി. എല്ലാ പ്രാവശ്യവും നമ്മുടെ ടൗൺ ഹാളിലെ മീറ്റിങ്ങിൽ കടന്നു വരാറുണ്ട്. പക്ഷേ ഈ അമ്മയുടെ മകളുടെ മകളും കൊച്ചുമകൾക്കും വേണ്ടി വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ആ കൊച്ചുമകളുടെ വിവാഹം കഴിഞ്ഞ 14-ാം തീയതി വളരെ മംഗളകരമായി നടന്നു എന്നാ പറയുന്നത്. 2 വിവാഹം 2 സന്തോഷം ആ വീട്ടിൽ കർത്താവ് ചെയ്തു. TV പ്രേക്ഷക സംഗമം കട്ടപ്പനയിൽ ജൂലൈ 24-ന് രാവിലെ 10:30 മുതൽ. സ്ഥലം കട്ടപ്പന മുനിസിപ്പൽ ടൗൺ ഹാൾ, ഐശ്വര്യ തിയേറ്ററിന് സമീപം. TV പ്രേക്ഷക സംഗമം തൃശൂരിൽ ജൂലൈ 25-ന് രാവിലെ 10:30 മുതൽ. സ്ഥലം ടൗൺ ഹാൾ, തൃശൂർ. മിറക്കിൾ സൺഡേ തിരുവനന്തപുരത്ത് ജൂലൈ 28-ന് രാവിലെ 11 മണി മുതൽ. സ്ഥലം AJ ഹാൾ, കുമാരപുരം. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണാൻ എത്ര മനോഹരമാണ്. ഐ മീൻ കർത്താവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഐ മീൻ അതിൻ്റെ വലിപ്പം നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ചില അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഐ മീൻ അവൻ്റെ സാന്നിധ്യം നമ്മളോടൊപ്പമുണ്ട്. വിശ്വാസത്തോടെ ഐ മീൻ ആ രക്തസ്രാവക്കാരി വിശ്വാസത്തോടെ കർത്താവിൻ്റെ തൊങ്ങലിൽ തൊട്ടതുപോലെ, ആ വസ്ത്രത്തിൻ്റെ തൊങ്ങലിൽ തൊട്ടതുപോലെ വിശ്വാസത്താൽ ചില സൗഖ്യത്തെ പ്രാപിച്ചാട്ടെ, ചില അത്ഭുതങ്ങളെ ഐ മീൻ വിശ്വാസത്താൽ ജീവിതത്തിൽ അനുഭവിച്ചാട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, അപ്പോൾ അതിനോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലും കർത്താവെ ആ ദൈവത്തിൻ്റെ ശക്തി ചലിക്കട്ടെ. അപ്പോൾ ആ ദൈവവചനം എവിടെയൊക്കെയാണോ മുഴങ്ങുന്നത് അവിടെയെല്ലാം ആ ദൈവത്തിൻ്റെ സാന്നിധ്യം പരക്കുവാനിടയാകും. കർത്താവെ, ഇന്ന് ഇവർ ഈ ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ ആ ഇരിക്കുന്നിടത്ത്, ആ മുറികളിൽ, ആ വീട്ടിൽ ആ സാന്നിധ്യമുണ്ടപ്പാ. യേശുപ്പച്ച, ഇവരിപ്പോൾ അത്ഭുതങ്ങൾ അനുഭവിക്കട്ടെ അപ്പാ. കർത്താവ്, ഇവരുടെ ലൈഫിൽ ഏത് മേഖലയിലാണോ ഒരു വിടുതൽ വേണ്ടത് അതിപ്പോൾ അനുഭവിക്കട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവിൻ്റെ കൃപ ചലിക്കണമപ്പാ. ആ വിടുതൽ അനുഭവിക്കട്ടെ അപ്പാ. ആ വിടുതൽ അനുഭവിക്കട്ടെ അപ്പാ. ദൈവത്തിൻ്റെ കൃപ ചലിക്കണമപ്പാ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. കർത്താവെ, എന്നെ കാണുന്ന കുടുംബങ്ങളിൽ ഐ മീൻ അതേപോലെ എനിക്ക് കർത്താവിനെ കാണിക്കുകയാണ്. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഒരു മകളെ കർത്താവ് തൊടുകയാണ്.
ഐ മീൻ വയറിൻ്റെ സൈഡിൽ ചിലപ്പോൾ പെയിൻ വരാറുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ പൂർണ്ണമായും സൗഖ്യമാകട്ടെ അപ്പാ. ആ മകൾ ഇന്ന് രാത്രികാലം കർത്താവിൻ്റെ സൗഖ്യം അനുഭവിക്കട്ടെ അപ്പാ. ഐ മീൻ ആരോഗ്യമുള്ളൊരു ഡെലിവറി ഉണ്ടാകട്ടെ, ആരോഗ്യമുള്ളൊരു കുഞ്ഞുണ്ടാകട്ടെ അപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ അവിടുന്ന് ചെയ്യുന്നതിനായി നന്ദി അപ്പാ, നന്ദി അപ്പാ. ഓരോ വ്യക്തികളുടെ മേലും നിൻ്റെ കൃപ ചലിക്കണം അപ്പാ. ഓരോ കുടുംബങ്ങളിലും അവിടുത്തെ കൃപ ചലിക്കണം അപ്പാ. യേശുവിൻ്റെ നാമത്തിലപ്പാ, യേശുവിൻ്റെ നാമത്തിലപ്പാ. താങ്ക് യു ജീസസ്. കർത്താവെ ഞെരുക്കത്തിലായിരിക്കുന്നവർ വിശാലതയിലേക്ക് വരട്ടെ, വലിയ സാമ്പത്തിക സമൃദ്ധിയിലേക്ക് വരട്ടെ അപ്പാ. അപ്പോൾ ഓരോ വ്യക്തികളുടെ മേലും അവിടുത്തെ സൗഖ്യം പകർന്നാട്ടെ, സമാധാനം പകർന്നാട്ടെ. സ്വർഗീയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. എല്ലാവിധമായ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.